മഹത്വം കൊടുത്തേ. ആമേൻ. വേണ്ടുന്ന രീതിയിലൊരു മഹത്വം കൊടുത്തേ കർത്താവിന്. ആരൊക്കെയോ പറഞ്ഞില്ല ഹല്ലേലൂയ എന്ന്, ആരൊക്കെയോ പറഞ്ഞില്ല, വെറുതെ കൈപൊക്കിയത് മാത്രമേ ഉള്ളൂ. വാ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അനവധി പേർക്ക് ഇന്ന് സംസാരിക്കാൻ സ്ഥാനമില്ല, കാരണം അവർ മരണപ്പെട്ടു. അനവധി പേർക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് നാക്കെടുക്കാൻ മേല. അനവധി പേർക്ക് ഇന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, കാരണം എന്തൊക്കെയോ അവരുടെ തൊണ്ടയെ ബന്ധിച്ചു കളഞ്ഞു. എന്നാൽ എനിക്ക് നിങ്ങൾക്കും പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവ് തന്നിരിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും പറയണം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ളവരാണ് ദൈവമക്കൾ, പ്രത്യാശയുള്ളവരാണ് ദൈവമക്കൾ, പ്രത്യാശയുള്ളവരാണ് ദൈവമക്കൾ. പ്രത്യാശയില്ലാത്തവർ സാധാ മനുഷ്യരെ പോലെയാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രത്യാശയുള്ളവരായി തീരുവാൻ ദൈവം നമുക്ക് ആശിക്കാനൊന്നുമില്ലാതിരുന്നപ്പോൾ നൽകിയ ഒരു പ്രത്യാശയുടെ ഫോർമുലയാണ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. പ്രത്യാശയുടെ ഒരു താക്കോലാണ് യേശു എന്നത്. ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ അവന് എന്തൊന്നാകണമെങ്കിലും, എന്തൊന്നവന് നേടണമെങ്കിലും അവൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടാകണം. ആശയുണ്ടെങ്കിലേ പ്രത്യാശയുണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് ആശയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നും നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്നും നല്ല കുഞ്ഞുങ്ങളുണ്ടാകണമെന്നും നല്ല ഭാവി ഉണ്ടാകണമെന്നും നല്ലവരായി ജീവിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ആശയുണ്ടെന്ന് എനിക്കറിയാം. ആശയുള്ളവരെ ദൈവം പ്രത്യാശയുള്ളവരാക്കി മാറ്റും. ആശയുള്ളവരെ ദൈവം പ്രത്യാശയുള്ളവരാക്കി മാറ്റും. പ്രത്യാശയ്ക്ക് ഒരു ജീവൻ ഉണ്ടാവണം. നമ്മുടെ പ്രത്യാശയ്ക്ക് ജീവൻ പകരുന്ന നായകനാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രത്യാശയ്ക്ക് ജീവൻ പകരുന്ന നായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രത്യാശയുടെ മേലൊരു തീ കത്തിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രത്യാശയുടെ മേലൊരു തീ കത്തിച്ചാൽ ആ തീയാണ് അവിടെ പ്രവർത്തികളായി വെളിപ്പെടുന്നത്. നമ്മുടെ പ്രത്യാശയ്ക്കകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നമ്മുടെ റിയൽ ലൈഫിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ അവിടെ പിന്നെ പ്രത്യാശയായിട്ടല്ല ഇരിക്കുന്നത്, അവിടെ പ്രകാശമായി വെളിപ്പെടാൻ തുടങ്ങും, പ്രവർത്തികളായി വെളിപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ പ്രത്യാശയ്ക്കകത്ത് ജീവൻ വെപ്പിച്ചു കഴിഞ്ഞാൽ, ആ പ്രത്യാശയ്ക്കകത്തുള്ള ജീവൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രത്യാശയായിട്ടല്ല ഇരിക്കുന്നത്, അവിടെ പ്രത്യാശ പ്രവർത്തികളായി വെളിപ്പെടാൻ തുടങ്ങും. എബ്ബേസ് പ്രത്യാശയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ അതിരുകൾക്ക് വിശാലത വരണം. പിന്നെ പ്രത്യാശയായിട്ടിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. എബ്ബേസ് പിന്നെ പ്രത്യാശിച്ചത് പ്രവർത്തികളായി കണ്ടു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു സുഹൃത്തെ, ഇന്ന് നിങ്ങൾ വിശ്വാസത്താൽ ചിലതൊക്കെ പ്രത്യാശയിൽ കണ്ടുകൊണ്ട് പ്രത്യാശിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രത്യാശകൾക്ക് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു പകർച്ച വെളിപ്പെട്ടാൽ, ഒരു ശക്തി അതിന്മേൽ കടന്നു പിടിച്ചാൽ, ഒരു ജീവൻ അതിന്മേൽ കടന്നു പിടിച്ചാൽ പിന്നെ നാളെ നിങ്ങൾ പ്രത്യാശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരത്തില്ല. നിന്റെ പ്രത്യാശ പ്രവൃത്തിയായി വെളിപ്പെടാൻ തുടങ്ങും. അത് തലമുറയുടെ ഭാവി തുടങ്ങി, അത് സൗഖ്യം വരെയാണെങ്കിലും, അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പ്രത്യാശ പ്രവൃത്തിയായി വെളിപ്പെടാൻ തുടങ്ങും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ആ പ്രത്യാശ പ്രവൃത്തിയായി വെളിപ്പെടാൻ തുടങ്ങട്ടെ. ഈ സഭ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ, പ്രാർത്ഥിച്ച ഒത്തിരി കാര്യങ്ങൾ, പ്രത്യാശിച്ച ഒത്തിരി കാര്യങ്ങൾ, വെളിപ്പാടിൽ കണ്ട ഒത്തിരി കാര്യങ്ങൾ, പ്രവചിച്ച ഒത്തിരി കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ആ പ്രത്യാശിച്ചതും പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതുമാകുന്ന കാര്യങ്ങളെല്ലാം, കണ്ടതുമാകുന്ന കാര്യങ്ങളെല്ലാം, വെളിപ്പാടിൽ കണ്ടതായ കാര്യങ്ങൾ, വിശ്വാസത്തിൽ കണ്ട കാര്യങ്ങൾ, വിശ്വാസത്തിൽ ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളെല്ലാം പ്രവർത്തികളായി വെളിപ്പെടാൻ തുടങ്ങട്ടെ. ഈ മാസം മുതൽ അത് പ്രവർത്തികളായി വെളിപ്പെടാൻ തുടങ്ങട്ടെ. അതിരുകൾക്ക് വിശാലത വന്നു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിരുകൾക്ക് വിശാലത വന്നു തുടങ്ങട്ടെ. ഞാൻ പ്രവചിക്കുന്നു, പിശാച് വെച്ച അതിർത്തികൾ പൊളിഞ്ഞിട്ട്
ദൈവം വരുത്തുന്ന ഒരു വിശാലതയുടെ അനുഭവത്തിലേക്ക് ഇതിനകത്തുള്ള ജനം കടക്കട്ടെ. ഇതിനകത്തുള്ള ജനം കടക്കട്ടെ. നിങ്ങളുടെ കാലുകളെ പരിമിതപ്പെടുത്തിയത്, നിങ്ങളുടെ ബുദ്ധിയെ പരിമിതപ്പെടുത്തിയത്, ചിന്തകളെ പരിമിതപ്പെടുത്തിയത്, വിശ്വാസത്തെ പരിമിതപ്പെടുത്തിയത്, പ്രാർത്ഥനയെ പരിമിതപ്പെടുത്തിയത്, പ്രത്യാശയെ പരിമിതപ്പെടുത്തിയത്, ജീവിതത്തെ പരിമിതപ്പെടുത്തിയ എല്ലാ സൈറ്റാനിക് ബൗണ്ടറികൾ യേശുവിന്റെ നാമത്തിൽ പ്രത്യാശയ്ക്കകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മ ജീവനാൽ തകർന്നു പോകട്ടെ. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 39-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വച്ചിരിക്കുന്നു. കേവലമൊരു മനുഷ്യനായി നടക്കുന്നവനെ സംബന്ധിച്ച് ആ മനുഷ്യൻ നിഴലായി നടക്കുന്ന ഒരു നിഴലിനോട് ഉപമിക്കുന്നതിൽ തെറ്റില്ല. ഏത് മനുഷ്യനും നിഴല് പോലെ നടക്കുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് എല്ലാ മനുഷ്യരും പോലെ നടക്കുന്ന പത്രോസ്ലീഹ നടന്നപ്പോൾ ആ പത്രോസിന്റെ നിഴലിന്മേൽ പോലും അർത്ഥമുണ്ടായിരുന്നു. പത്രോസിന്റെ മേൽ ഉദിച്ച സൂര്യൻ തന്നെയാണ് അന്ന് അവിടെ നിന്നിരുന്ന മറ്റു വ്യക്തികളുടെ മേലും തട്ടിയത്. ആ സൂര്യപ്രകാശം തന്നെയാണ് തട്ടിയത്. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തിൽ പ്രത്യാശയോടുകൂടെ നടക്കുകയും ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ജനത്തെ പരിചരിക്കുകയും ചെയ്തിരുന്ന പത്രോസിന്റെ മേൽ തട്ടിയ സൂര്യന്റെ വെളിച്ചം ഒരു നിഴൽ രൂപത്തിൽ ഭൂമിയിൽ കണ്ടപ്പോൾ ആ നിഴലിന് പോലും വിലയുള്ളതായി മാറി. ദൈവത്തിൽ പ്രത്യാശ വെച്ച ഒരു മനുഷ്യൻ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ആ മനുഷ്യൻ വീടിനകത്തുകൂടെ നടന്നാൽ പോലും ഇരട്ടി മനുഷ്യന്റെ പ്രവൃത്തി അവിടെ ചെയ്യും. ഒന്നുകൂടെ പറയാം, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വീടിനകത്തുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ പോലും, അവൻ വീടിൻ്റെ മുറ്റത്തുകൂടെ നടന്നാൽ പോലും, അവൻ സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ പോലും ആ ഒരു മനുഷ്യൻ 2 മനുഷ്യന്റെ പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പത്രോസും മിനിസ്റ്റർ ചെയ്തു, പത്രോസിന്റെ നിഴലും മിനിസ്റ്റർ ചെയ്തു. നിഴലിന് മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല, നിഴലിന് ഇവിടെ ആരും അനോയിന്റ് ചെയ്തിട്ടില്ല. പക്ഷേ പത്രോസിന്റെ നിഴൽ ജനത്തിൻ്റെ മേൽ തട്ടിയപ്പോൾ, രോഗത്തിൻ്റെ മേൽ തട്ടിയപ്പോൾ, ആ നിഴൽ പോലും വിലയുള്ളതായി, പ്രവൃത്തിയുള്ളതായി, അനോയിൻറ്റഡായി, ക്രിയേറ്റീവായി മാറി. എങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന നിങ്ങൾ ഇന്ന് വളരെ ശ്രദ്ധിച്ച് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ നടക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പോയാൽ നിങ്ങൾക്ക് നടക്കും. കാരണം കൂടെ ഒരു വ്യക്തി ഉള്ളതിൻ്റെ ബലവും കൂടെ ഒരു വ്യക്തി ഉള്ളതിൻ്റെ മെച്ചവും കൂടെ അനുഭവിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ നിഴലിനെ പോലും എൻ്റെ ദൈവം യൂസ്ഫുൾ ആക്കി മാറ്റും. യേശുവിൻ നാമത്തിൽ പത്രോസിൻ്റെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. പക്ഷെ പത്രോസിൻ്റെ വാക്ക് ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപേ വിശ്വസിക്കാൻ പോലും കൊള്ളാവുന്ന വാക്കല്ല. ആ മനുഷ്യൻ നിന്ന് പിഴയ്ക്കാൻ പലതും പറയുമായിരുന്നിരിക്കാം, വാവിട്ട് സംസാരിക്കുമായിരിക്കാം. പക്ഷേ അതേ പത്രോസിൻ്റെ നിഴലിനെ പോലും എൻ്റെ ദൈവം എക്വിപ്പ് ചെയ്തെങ്കിൽ, എൻ്റെ ദൈവം ടേക്ക് കെയർ ചെയ്തെങ്കിൽ, ആ മനുഷ്യൻ്റെ നിഴലിനെ പോലും എൻ്റെ ദൈവം യൂസ് ചെയ്തെങ്കിൽ, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന താങ്കളെ ദൈവം യൂസ് ചെയ്യാൻ സമയമായി. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന നിങ്ങളെ ദൈവം കൈകളിലെടുക്കാൻ സമയമായി. ദൈവമുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വാക്കുകൾ, പ്രഖ്യാപനങ്ങൾ, അത് ദൈവം
പൂവണിയിക്കാൻ സമയമായി. അത് എവിഡന്റിക്കലി നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സമയമായി. കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ മുതൽ തുടങ്ങുകയാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ, കൊരിന്ത്യർക്ക് ഒന്നാമത്തെ ലേഖനം എഴുതിയപ്പോൾ 15-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തനും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. കർത്താവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട് ഇവിടെ പൗലോസ്ലീഹ ഇവിടെ പരാമർശിച്ചിരിക്കുമ്പോൾ, കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് ഇന്നത്തെ ഈ സന്ദേശം കൊണ്ടെത്തിക്കാനുള്ള സാവകാശമോ സമയമോ ഇല്ല എന്നിരിക്കെ, ഇതിനകത്ത് നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങളോട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടവർ ആകയാൽ ഈ സന്ദേശത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന അനേകം അർത്ഥങ്ങൾക്കകത്ത് ഒരർത്ഥം മാത്രം എടുത്ത് നിങ്ങൾക്ക് നൽകി ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ. എൻ്റെ ചോദ്യം, നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും പെട്ടെന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണ് ആ ചോദ്യം. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ നിത്യതയിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊരു വ്യക്തി പറഞ്ഞാൽ നിത്യതയിൽ പോകാൻ വേണ്ടി മാത്രമാണോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടി മാത്രം ദൈവത്തിൽ വിശ്വസിക്കാമോ എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൗലോസ്ലീഹ എന്താണ് അർത്ഥമാക്കുന്നത്? നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ, ഒന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് പ്രത്യാശ വെക്കാൻ കൊള്ളാമെന്നുള്ള ഏറ്റവും നല്ല ഒരിടമാണ് ദൈവത്തിൻ്റെ സന്നിധി. എനിക്ക് പ്രത്യാശ വയ്ക്കാൻ കൊള്ളാമെന്നുള്ള, എനിക്കും നിങ്ങൾക്കും പ്രത്യാശ വയ്ക്കാൻ കൊള്ളാമെന്നുള്ള നല്ല ഒരു ഇടമാണ് ദൈവത്തിൻ്റെ സന്നിധി. നിങ്ങളുടെ വാഗൊണ്ടെന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ സന്നിധി. ദൈവത്തിൻ്റെ സന്നിധി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ആ പദം ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ സന്നിധി. ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരു ഒരു 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 ആശാരിപ്പണി ചെയ്യുന്ന ഒരു അങ്കിളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അങ്കിൾ ഇരിക്കുന്ന സീറ്റിനെ ഒരിക്കലും ആശാരി അങ്കിൾ ഇരിക്കുന്ന സന്നിധി എന്ന് നമ്മൾ പറയാറില്ല. അപ്പം സന്നിധി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗോൾഡ് സ്മിത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ സന്നിധി എന്ന് പറയാറില്ല. നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് നിന്ന് ഡോക്ടർ ഇരിക്കുന്ന സന്നിധി പറയാറില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന, എന്തോ വല്ലാത്തൊരു ഉയർന്ന തലങ്ങൾ വഹിക്കുന്ന വ്യക്തിത്വം, ഒരു ദൈവീകതയുള്ള ഒരു വ്യക്തിയെ പരാമർശിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ സന്നിധി എന്ന് നമുക്ക് പറയേണ്ടി വരും. സന്നിധി എന്ന് പറയേണ്ടി വരും. കാരണം ആ സന്നിധിയിൽ കേവലം ദൈവം മാത്രമല്ല വസിക്കുന്നത്, കേവലം ദൈവം മാത്രമല്ല ആ സന്നിധിക്കകത്ത് ഉൾക്കൊള്ളുന്നത്. അവിടെ ദൈവവും ദൈവത്വത്തിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളും ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളും, അതേ നിങ്ങൾ ചിന്തിച്ചതുപോലെ ദൂതന്മാർ, കെരൂബുകൾ തുടങ്ങി അനേക സ്വർഗീയ ജീവികൾ അടങ്ങുന്ന ഒരു സ്ഥലം, മൂപ്പന്മാർ അടങ്ങുന്ന ഒരു സ്ഥലം, സകല ഭരണകർത്താക്കന്മാരും അടങ്ങുന്ന സ്ഥലം. നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ ഈ ഭൂമിയിൽ ഒരു ഗവൺമെന്റ്
തൻ്റെ ജനത്തെ ഭരിക്കുന്നത് പോലെ. ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ യൂണിറ്റിനല്ല നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അനേക വകുപ്പുകൾ ചേർന്ന് ഭരിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഭരിക്കുന്നതിനെയല്ല ഗവൺമെന്റ് എന്ന് പറയുന്നത്. അനേകം ഡിപ്പാർട്ട്മെന്റുകൾ ചേരുന്നതാണ് ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ഗവൺമെന്റ് അടങ്ങുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം എങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ളൊരു സന്നിധിയാണ് ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുമ്പോൾ എനിക്കുള്ള പ്രവർത്തനങ്ങളും എനിക്ക് പ്രവർത്തിക്കാനുള്ള ഇന്ധനവും എനിക്ക് പ്രവർത്തിക്കാനുള്ള ഓർഡറും എനിക്കുള്ള മറുപടികളും എനിക്കുള്ള ആശ്വാസവും എനിക്കുള്ള അരുളപ്പാടുകളും എനിക്കുള്ള നിർദ്ദേശങ്ങളും എനിക്കുള്ള താക്കീതുകൾ ഉൾപ്പെടെ എനിക്ക് ആ സന്നിധിയിൽ നിന്ന് ലഭിക്കും എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രത്യാശയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേവലം പ്രത്യാശിക്കുന്നവൻ ഒരു കുറവും ഇല്ലാത്തവനാണ് എന്നർത്ഥമില്ല. കേവലം പ്രത്യാശിക്കുന്നവൻ ഒരു കുറവും ഇല്ലാതിരിക്കണം എന്ന് നിർബന്ധവുമില്ല. പല കുറവുകളോടെയാണ് ഞാൻ അടക്കമുള്ളവരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളൊരു സന്നിധിയിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളൊരു ദൈവത്തെയും ദൈവസന്നിധിയിലും വിശ്വസിക്കുന്നവരാണ്. ആ കൃപാസനത്തിൽ വിശ്വസിക്കുന്നവരാണ്. കൃപാസനത്തിൽ വിശ്വസിക്കുന്നവനാകൊണ്ട് ആ ഗവൺമെന്റിന് യോജിക്കാത്ത എന്തെങ്കിലും ഒന്ന് നമ്മുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ വെളിപ്പെട്ടു എന്ന് വരികിൽ, നമ്മൾ നിയമം തെറ്റിച്ച് വണ്ടി ഓടിച്ചാൽ ക്യാമറ കണ്ടിട്ട് നോട്ടീസ് വീട്ടിൽ വരുന്നത് പോലെ നമുക്കൊരു നോട്ടീസ് കർത്താവ് അയച്ചു തരും. എന്താ അത്? നീ ഇന്നത് തിരുത്താനുണ്ട്, നീ ഇന്നതിലൊന്ന് ക്രമപ്പെടാനുണ്ട്, നീ ഇന്നതുപോലെ ഒന്ന് ആകേണ്ടതായിട്ടുണ്ട്, നീ ഇന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്, നീ ഇങ്ങനൊരു മടങ്ങി വരുത്തൻ. അതാണ് ആ സന്നിധിയുടെ പ്രത്യേകത. പ്രത്യാശയ്ക്ക് ജീവനുള്ളത് അങ്ങനെയാട്ടോ. പ്രത്യാശയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അല്ല നമ്മളെല്ലാം തികഞ്ഞ 100-ൽ 100 മാർക്ക് മേടിച്ച വിശുദ്ധനായതുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തതല്ല, കുറവുകളുള്ളത് കൊണ്ട് തിരഞ്ഞെടുത്തതാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോട്ടീസ് കിട്ടിയവർ ഇതിനകത്തുണ്ട്, ദൈവസന്നിധിയിൽ നിന്ന് അരുളപ്പാട് കിട്ടിയവർ ഇതിനകത്തുണ്ട്, ദൈവം തിരുവെഴുത്തിൽ കൂടെ തന്നെ തട്ടിച്ച് സംസാരിച്ചവർ ഇതിനകത്തുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ ദൈവം ഡയറക്റ്റ്ലി നിങ്ങളോട് സംസാരിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ട്രാക്കിൽ കൊണ്ടുവന്നവർ ഇതിനകത്തുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? അറിഞ്ഞെങ്കിലും അറിയാതെയെങ്കിലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു സന്നിധി ജീവനുള്ള സന്നിധി ആയതുകൊണ്ടാണ്. ആ സന്നിധിയിൽ വാഴുന്നൊരു ജീവനുണ്ട്, ആ സന്നിധിയിൽ വസിക്കുന്നൊരു ജീവനുണ്ട്, ആ സന്നിധിയിൽ നിന്ന് പകരപ്പെടുന്നൊരു ജീവനുണ്ട്. ആ ജീവനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ആ ദൈവ സന്നിധിയിൽ നിന്നൊരു ജീവൻ ഒഴുകുമെന്ന് ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നോ അവരുടെ ഭവനത്തിലേക്ക് ആ ദൈവിക ജീവൻ ഒഴുകി തുടങ്ങും. ആ ദൈവിക ജീവൻ ഒഴുകി തുടങ്ങും. എന്നാൽ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഇനി ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു സമയമുണ്ട്, കർത്താവിൻ്റെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ. എന്നാൽ കേവലം വിശുദ്ധ ബൈബിൾ അങ്ങനെ ഒരു ഉയർപ്പിനെ കുറിച്ച് മാത്രമല്ല പഠിപ്പിക്കുന്നത്. കാരണം യേശുവിൻ്റെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും പഴയ നിയമ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ അനുഭവത്തെക്കുറിച്ച്, ലിറ്ററലി മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ അനുഭവത്തെക്കുറിച്ച് നമുക്ക് വായിക്കാനുള്ള അവസരം ബൈബിൾ തരുന്നുണ്ട്. ഏലിയാവ് ഒരു മകനെ ഉയർപ്പിച്ചു, ഏലീശ മരിച്ച വ്യക്തിയെ ഉയർപ്പിച്ചു, പൗലോസ്ലീഹ മരിച്ച വ്യക്തിയെ ഉയർപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു നയീൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു അമ്മയ്ക്ക് ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പോൾ മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വായിച്ച വാക്ക് കർത്താവിൻ്റെ വരവിൽ നിദ്ര കൊള്ളുന്നവർ ഉയർപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല ആ വാക്യത്തിന്. ആ വാക്യത്തിൻ്റെ മീനിങ്ങിൽ വേറെ ഒരു മീനിങ് ഉൾപ്പെടുന്നില്ല. പക്ഷേ മരിച്ചവരുടെ ഉയർപ്പ് എന്നൊരു വാക്ക് മാത്രം ഞാൻ ആ വാക്യത്തിനകത്ത് അടർത്തി മാറ്റി ചിന്തിക്കുമ്പോൾ മരിച്ചവർ ഉയർത്ത ചരിത്രത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അത് ശരീര സംബന്ധമായി മരിച്ച വ്യക്തി തന്നെ ഉയർപ്പിക്കുന്നത് കൊണ്ട് അത്രയും വലിയൊരു മരണത്തിൽ നിന്ന്, അത്രയും വലിയൊരു നിത്യ മരണത്തിൽ നിന്ന് ഒരു മകനെ
അമ്മയ്ക്ക് മടക്കി കൊടുക്കാൻ എൻ്റെ യേശു കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ, ശരീര സംബന്ധമായി ജീവിച്ചിരിക്കുകയും ആത്മീയ സംബന്ധമായി മരിക്കുകയും ചെയ്ത മക്കളുള്ള അമ്മയപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക്, ശരീര സംബന്ധമായി ജീവിക്കുകയും വിശ്വാസത്തിൽ മരിച്ചു പോകുകയും ചെയ്തവരുടെ ശ്രദ്ധയ്ക്ക്, ശരീര സംബന്ധമായും ആത്മീയ സംബന്ധമായും ജീവിക്കുകയും പ്രവൃത്തി ഒന്നും കാണാതെ പ്രവൃത്തികളെല്ലാം മരവിച്ചും മരിച്ചും ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ കേൾക്കുന്ന സമയങ്ങളിൽ ജീവൻ വെപ്പിക്കുമെങ്കിലും അത് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒഴുകിപ്പോകുന്നത് പോലെയോ നീരാവി പോലെ പറന്നു പോകുന്നത് പോലെയോ നിങ്ങളുടെ വിശ്വാസത്തിൽ മരണം സംഭവിച്ചവരുടെ ശ്രദ്ധയ്ക്ക്, പ്രത്യാശയിൽ മരണം സംഭവിച്ചവരുടെ ശ്രദ്ധയ്ക്ക്, ബൈബിൾ പഠിപ്പിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു ഉയർപ്പിനെ കുറിച്ച് ആകൊണ്ട്, ബൈബിളിൽ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് തീർന്നില്ല. ഉയർപ്പ് എന്നൊരു പദം തന്നെ മാത്രമായി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യാശ വാക്കിനകത്തു നിന്ന് പൊങ്ങി വരുന്നത് കൊണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. ഒന്ന്, മരിച്ചവരുടെ ഉയർപ്പ് ഇന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് കൊണ്ട്. രണ്ട്, മരിച്ചവരുടെ എന്ന വാക്ക് മാറ്റിവെച്ചാൽ ഉയർപ്പ് എന്നൊരു പദം ബൈബിൾ പഠിപ്പിക്കുന്നത് കൊണ്ട്. വീണ്ടും മരിച്ചവരെ, ലിറ്ററലി മരിച്ചവരെ എൻ്റെ യേശു കർത്താവിന്റെ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും ഉയർപ്പിച്ചതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നായകനായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഇടം കൊടുത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാലും ഇന്നും മരിച്ച ഡെഡ് ബോഡികൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഒരുപക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു മിനിസ്ട്രി നടക്കുന്നുണ്ടാകത്തില്ല, എന്നാൽ മറ്റു പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കാം, നടക്കുന്നില്ലായിരിക്കാം, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ ഞാൻ ഈ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, മരിച്ച ഡെഡ് ബോഡി പോലും ഉയർപ്പിക്കുവാൻ എൻ്റെ യേശു കർത്താവിന് കഴിയും എന്നുള്ളത് തന്നെയാണ്. മാറി നിൽക്കട്ടെ, മരിച്ച ഡെഡ് ബോഡി ഉയർപ്പിക്കുന്ന കാര്യമല്ല എൻ്റെ ഇന്നത്തെ ചിന്താ വിഷയം. എന്നാൽ അതിനും കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് വിളിച്ചു പോകുന്നതിന് മുന്നേ എനിക്ക് മിനിമം ഒരു 100 പേരെങ്കിലും ഉയർപ്പിക്കണമെന്നൊരു വല്ലാത്ത ആഗ്രഹം എനിക്കുണ്ട്. ഏറ്റവും ചെറിയ കൗണ്ടാണ്. കർത്താവിൻ്റെ കൃപയാൽ ആ 100 എന്ന് പറയുന്ന പൂജ്യത്തിൻ്റെ അപ്പുറത്ത് അനേക പൂജ്യങ്ങളിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യിക്കണമെന്നൊരു ഉള്ളത്തിലൊരു രഹസ്യമായ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ആഗ്രഹമാണ്. കാരണം അത് ആൽഫ് ലൂക്കാവു അത് ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ് ബൈബിളിൽ. പലരും അത് കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട്, സത്യമാണെന്ന് പറയുന്നവരുണ്ട്. നമുക്കൊന്നും അറിയത്തില്ല, നമുക്കൊന്നും പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ടൈമില്ല. എനിവേ ഞാൻ ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമുക്കിപ്പോൾ ഇന്ന് മരിച്ച ഡെഡ് ബോഡി ഉയർപ്പിക്കുന്ന കഥയെക്കുറിച്ചല്ല നമുക്ക് ചിന്തിക്കാനുള്ളത്. നമുക്ക് ഉയർപ്പ് എന്നൊരു പദം അവിടെ പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് കേൾക്കേ. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചപ്പോൾ, ദൈവശക്തി ഇറങ്ങി വന്ന് ഉയർപ്പിച്ചപ്പോൾ, യേശു കർത്താവ് ഉടനെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുകയായിരുന്നില്ല ചെയ്തത്. ബൈബിൾ പറയും 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് താൻ പ്രത്യക്ഷനായി. ഉയർപ്പിച്ച ഒരു മനുഷ്യനിൽ, എഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനിൽ മരിച്ചു പോകാതെ കിടക്കുന്ന ശുശ്രൂഷകളുണ്ട്. എന്നെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. ശ്രദ്ധിക്കുക, മരിച്ചുപോയവർ ഇതിനകത്തുണ്ട്. മീൻസ് ശരീര സംബന്ധമായി ജീവിച്ചിരിക്കുന്നു, അകത്ത് വിശ്വാസവും ഉണ്ട്, അത്യാവശ്യം ജീവനൊക്കെ വിശ്വാസത്തിൽ ഇപ്പൊ കിടപ്പുണ്ട്. എന്നാൽ പഴയ അനുഭവത്തിലൊന്നുമില്ല, പഴയ അളവിലൊന്നുമില്ല. ജീവിത പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും തിക്താനുഭവങ്ങളും തിരസ്കരണങ്ങളും എല്ലാം അനുഭവങ്ങളൊക്കെ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് ഇടിച്ച് താഴോട്ട് ചതച്ചുകൊണ്ടിരിക്കുക. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പൊ പഴയതുപോലൊരു ഒരു അഗ്രസീവ് മൈൻഡ് ഇല്ലാത്ത. പക്ഷെ നിങ്ങൾ എൻ്റെ ദൈവം വെറുക്കുന്നില്ല കേട്ടോ. കേൾക്ക്, യേശു കർത്താവിനെ റോമൻ പട്ടാളക്കാരെല്ലാവരും കൂടെ ക്രൂശിച്ചു കൊന്നു. കർത്താവ് കൊന്നു എന്നൊന്നും അല്ല, ഏൽപ്പിച്ചു കൊടുത്തു. യേശു ഏൽപ്പിച്ചു കൊടുത്തു. ഒരുപാട് മഹത്വം അവർക്ക് കൊടുക്കണ്ട. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ക്രൂശിച്ചു. ദാറ്റ്സ് ഓൾ. അടക്കി. 3 ദിവസം കഴിഞ്ഞു. അവിടെ വീഞ്ഞുകുടിയും ആഘോഷവും ചിക്കൻ വറുക്കലും ഒക്കെ കഴിഞ്ഞു. അവിടെ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കൃത്യം 3 അടിച്ചപ്പോൾ പിതാവ് യേശുവിനെ ഉയർപ്പിച്ചു. ഉടനെ സ്വർഗത്തിലേക്ക് അങ്ങ് വിളിച്ചില്ല. 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുകയും
വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് റിമൈൻഡ് ചെയ്യുകയും വീണ്ടും അത്ഭുതങ്ങൾ താൻ വെളിപ്പെടുത്തുകയും ശിഷ്യന്മാരുടെ മുമ്പിൽ താൻ പ്രത്യക്ഷപ്പെടുകയും തോമസിനെ കൊണ്ട് തൻ്റെ വിലാപ്പുറത്ത് കൈയിടിക്കുകയും എന്ന് തുടങ്ങി പല കാര്യങ്ങൾ യേശു ചെയ്തു. ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉയർപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ പറയാം, മരിച്ചടക്കിയതോടുകൂടെ യേശുവിൻ്റെ മിനിസ്ട്രി അടക്കാൻ പറ്റിയില്ല. മരിച്ചടക്കിയതോടെ യേശുവിൻ്റെ യേശുവിലൂടെ നടന്ന അത്ഭുതങ്ങളെ അടക്കാൻ പറ്റിയില്ല. മരിച്ചടക്കിയതോടെ യേശു എന്ന നാമം തുടച്ചു നീക്കാൻ പറ്റിയില്ല. മരിച്ചടക്കിയതോടുകൂടെ കംപ്ലീറ്റ്ലി അവർ കരുതിയത് ഒന്നും തന്നെ നടന്നില്ല. കാര്യം എന്താ? ദൈവത്താൽ ഒരു വ്യക്തി ഉയർപ്പിക്കപ്പെട്ടാൽ, ദൈവത്താൽ ഒരു കുടുംബം ഉയർപ്പിക്കപ്പെട്ടാൽ, ഇന്നും ഉയർപ്പ് നടക്കുന്നുണ്ട്. ആ ഉയർപ്പ് നടന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ വേറെ എവിടെയും കൊണ്ട് എന്നെ നോക്കിയാൽ മതി. ദൈവം ഉയർപ്പിച്ചൊരു മനുഷ്യനാ ഞാൻ. മരിച്ചതുകൊണ്ടല്ല, പക്ഷെ മരിച്ചതുകൊണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, മരിച്ചതുകൊണ്ടല്ല, പക്ഷെ മരിച്ചതുകൊണ്ടായിരുന്നു. എങ്ങനെ? ശരീര സംബന്ധമായി ഞാൻ ജീവിക്കുന്നു, എൻ്റെ ആത്മാവിൽ ഒരു ജീവനും ഇല്ല, എന്നാൽ ഭക്തിക്ക് ഒരു കുറവുമില്ല. ക്രമം തെറ്റിയ ഭക്തി, അതായിരുന്നു എൻ്റെ പ്രശ്നം. ക്രമം തെറ്റിയ ഭക്തി. ഇന്ന് ക്രമം തെറ്റിയ ഭക്തിയിൽ ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ, ശരിയായ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ദൈവിക അനുഗ്രഹങ്ങളെയും ദൈവിക വെളിപ്പാടുകളെയും ദൈവിക പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോ യേശു കർത്താവിനെ ഉയർപ്പിച്ചപ്പോൾ, ആ ശക്തിയാൽ ഉയർപ്പിച്ചപ്പോൾ, തൻ്റെ മിനിസ്ട്രികൾ വീണ്ടും വർക്ക് ചെയ്തതുപോലെ, തൻ്റെ ശക്തിക്ക് കേടുപറ്റാത്തതുപോലെ, തൻ്റെ കൈ തുളഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ മിനിസ്ട്രി തുളഞ്ഞില്ല. തൻ്റെ രക്തം ചോർന്നിട്ടുണ്ടാകാം, പക്ഷെ തൻ്റെ ദൈവശക്തി ചോർന്നില്ല. തൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചലമായിട്ട് പുറത്ത് ചാടിയിട്ടുണ്ടാകാം, പക്ഷെ തൻ്റെ വിശ്വാസത്തിനകത്തും നാമത്തിനകത്തും ശക്തിക്കകത്തും സ്വർഗം സ്വരൂപിച്ച ഒന്നും തന്നെ ചോർന്നു പോയിട്ടില്ലാത്തതുപോലെ, ഇന്ന് ദൈവം ഒരു കുടുംബത്തെ ഉയർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച സകല കാര്യങ്ങളും ആ ഉയർപ്പിന്റെ ശക്തിയിൽ വെളിപ്പെട്ടിരിക്കും. ദൈവം ഒരു വ്യക്തിയെ ഉയർപ്പിച്ചാൽ, ദൈവം ഒരു ദൈവദാസനെ ഉയർപ്പിച്ചാൽ, ദൈവം ഒരു ദൈവസഭയെ ഉയർപ്പിച്ചാൽ, ദൈവം ഒരു ദൈവദാസിയെ ഉയർപ്പിച്ചാൽ, ദൈവം ഒരു ശിശുവിനെ ഉയർപ്പിച്ചാൽ, ദൈവം ഒരു പൈതലിനെ ഉയർപ്പിച്ചാൽ, ദൈവം ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഉയർപ്പിച്ചാൽ, അവൻ്റെ അകത്ത് എത്ര വർഷം കൊണ്ട് കെട്ടിക്കിടന്ന മിനിസ്ട്രിയും ശക്തിയും വാഗ്ദത്വവും അഭിഷേകവും ആശയും പ്രത്യാശയും അതിൻ്റെ മേലെല്ലാം സ്വർഗീയ ഉയർപ്പിൻ്റെ ജീവൻ വ്യാപരിച്ച് അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ഉയർപ്പിന്റെ പ്രത്യേകത. മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മരണഭയത്തിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറ്റൊരു വാക്യം കൂടെ ഇടപെടുകയാണ്. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ 15 സംവത്സരം കൂടെ തനിക്ക് രാജാവായി ഇരിക്കാനും ജീവിക്കാനുമുള്ള അവസരവും അനുവാദവും കൊടുത്തതുപോലെ മരണഭീതിയെ ചവിട്ടി നീക്കിക്കൊണ്ട്, മരണഭീതിയെ തുടച്ചു നീക്കിക്കൊണ്ട്, മരണഭീതിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവം ദീർഘായുസ് വർഷിക്കുന്ന ദൈവമത്രേ. കണ്ടോ ഉയർപ്പിന്റെ പ്രത്യേകത, ഉയർപ്പിന്റെ ശക്തി ഒരു മനുഷ്യന്റെ മേൽ വ്യാപരിച്ചാൽ നിന്റെ പ്രത്യാശയുടെ സ്ട്രക്ചർ തന്നെ മാറിപ്പോവും. പ്രത്യാശയുടെ സ്ട്രക്ചർ തന്നെ മാറിപ്പോവും. ഒരാമയം പറയും. ജോലി കിട്ടുമെന്നുള്ള പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ, കയറിപ്പാൻ പറ്റൂന്നുള്ള പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ, ഇനി കുഞ്ഞുണ്ടാകുമെന്നുള്ള പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ, ഇനി ഭർത്താവ് മടങ്ങി വരൂ എന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീടിൻ്റെ പണി ഇനി പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിൽ, എനിക്കൊരു മിനിസ്ട്രി ഉണ്ടാകുമെന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിൽ, എന്നെ കൊണ്ട് എനിക്ക് 10 ആത്മാക്കളെ കർത്താവ് തരും എന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിൽ, ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ ദൈവം ആദ്യം റിവീൽ ചെയ്യുന്നത് ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ളതാണ്. യേശുവിനെ താൻ പിതാവുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു, സ്വർഗവുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളത് റിവീലായത് ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെട്ടതിന് ശേഷമാണ്. കാരണം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും തനിക്ക് താൻ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ വരാൻ പറ്റി. അതൊരു ഭയങ്കര എവിഡൻസാണ്. നിങ്ങൾ ജീവിതത്തിൽ മരിച്ചടക്കപ്പെട്ടു എന്ന് കരുതിയവരുടെ മുമ്പിൽ
നിങ്ങൾ ശ്രേഷ്ഠനാക്കി ദൈവം കൊണ്ട് നിർത്തുമ്പോഴുള്ള മാന്യത എന്താണെന്ന് ചിന്തിച്ചാൽ മതി. പുള്ളിയൊക്കെ പൂട്ടിക്കെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം വിലയുള്ളവനാക്കി കൊണ്ട് നിർത്തുമ്പോഴുള്ള മാന്യത എന്താണെന്ന് ചിന്തിച്ചാൽ മതി. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. സത്യ, ആദാം മൂലം മരണമുണ്ടായി, രണ്ടാം ആദാമായ ക്രിസ്തു മൂലം ജീവനുണ്ടായി. ഒരു സംശയമില്ല ആ വാക്യത്തിന്, അത് അങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, മനുഷ്യൻ കൊല്ലാതെ കൊന്നിട്ടിരിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. മനുഷ്യൻ കൊല്ലാതെ കൊന്നിട്ടിരിക്കുന്നവരുണ്ട്. അവർ വാക്കുപയോഗിച്ച് കൊല്ലും, നോക്കുപയോഗിച്ച് കൊല്ലും, പദങ്ങൾ ഉപയോഗിച്ച് കൊല്ലും, പ്രവർത്തികൾ ഉപയോഗിച്ച് കൊല്ലും, ആരോപണങ്ങൾ ഉപയോഗിച്ച് കൊല്ലും, ചിന്തകൾ ഉപയോഗിച്ച് കൊല്ലും, പ്രവർത്തികൾ ഉപയോഗിച്ച് കൊല്ലും. അങ്ങനെ പല രീതിയിൽ കൊല്ലാതെ കൊന്നിട്ടിരിക്കുന്നവരുണ്ട്. മനുഷ്യൻ മൂലം മരണമുണ്ടായി. അത് കർത്താവിൻ്റെ കാലത്തിലും ഉണ്ടായി, ആദാമിൻ്റെ കാലത്തിലും ഉണ്ടായി, കർത്താവിൻ്റെ കാലത്തിലും ഉണ്ടായി, ഇതാ ഇപ്പം നമ്മുടെ കാലത്തിലും ഉണ്ട്. മനുഷ്യൻ മൂലം മരണമുണ്ടായി. അതിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്നും ലക്ഷക്കണക്കിന് വീടുകൾക്കകത്ത് അത് സംഭവിക്കുക. വാക്കുകൊണ്ട് കൊല്ലും, നോക്കുകൊണ്ട് കൊല്ലും, പ്രവൃത്തി കൊണ്ട് കൊല്ലും, ഇടപെടൽ കൊണ്ട് കൊല്ലും, പ്രവർത്തികൾ പല രീതിയിൽ കൊല്ലും. മനുഷ്യൻ മൂലം മരണമുണ്ടായി. അതേ മനുഷ്യൻ മൂലം തന്നെ ജീവൻ കൊണ്ട് മരണത്തിൻ്റെ മേൽ വയ്ക്കാനുള്ള അതോറിറ്റിയും ദൈവം ദൈവസഭയ്ക്ക് തന്നു കഴിഞ്ഞു. വാക്കുകൊണ്ടുണ്ടായ മരണത്തെ വാക്കുകൊണ്ട് ക്യാൻസൽ ചെയ്യാനുള്ള അതോറിറ്റി ദൈവം നാവിൽ തന്നു. നോക്കുകൊണ്ട് കൊന്നതിനെ ദൈവം നോക്കി തന്നെ ജീവിപ്പിക്കാനുള്ള അതോറിറ്റി അഭിഷേകത്തിലൂടെ നമുക്ക് തന്നു. അതിന് ഉദാഹരണമാണ് പൗലോസ്. പ്രവൃത്തി കൊണ്ട് കൊന്നതിനെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലൂടെ ജീവിപ്പിക്കാനുള്ള അതോറിറ്റി ദൈവം വിശ്വസിക്കുന്ന മനുഷ്യന്റെ മേൽ ഭരമേൽപ്പിച്ചു. ഹല്ലേലൂയ. ഏത് വാക്കുകൊണ്ട് കൊന്നതിനെയും ഏതൊരു വാക്കിനും ജീവിപ്പിക്കാൻ പറ്റത്തില്ല പാസ്റ്റർ, പറ്റത്തില്ല ബ്രദർ എന്ന് നിങ്ങൾ എന്നോട് തർക്കിച്ചാൽ പോലും ഞാൻ ഒരുപക്ഷെ പറയും ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ ഞാൻ ഒരു പദം എടുത്തു പറയും, എൻ്റെ വാക്കിന് കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ വാക്കിലൂടെ വാക്ക് പറഞ്ഞ, എൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് പറഞ്ഞ വാക്കിന് ഏതൊരു മനുഷ്യനെയും വാക്കുകൊണ്ട് ജീവിപ്പിക്കാൻ കഴിയും. ഞാനൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ തിരുവെഴുത്തിനകത്ത് ഇന്ന് എടുത്തിട്ടൊരു വാക്ക് പറഞ്ഞാൽ അത് എൻ്റെ വാക്കായിട്ടല്ല അവിടെ പരാമർശിക്കപ്പെടുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളായിട്ടാണ്. ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് അങ്ങനെ ഒരു തകർച്ചയുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൊണ്ട്, വാക്കിനാൽ വന്ന ആ വീടിൻ്റെ തകർച്ചയെ ദൈവം വിശ്വാസത്തിലുള്ള നിങ്ങളുടെ വാക്കുകൊണ്ട് പരിഹരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ മക്കളെ നോക്കി, നിങ്ങളുടെ ഹസ്ബൻഡിനെ നോക്കി, നിങ്ങളുടെ മിനിസ്ട്രി നോക്കി, നിങ്ങളുടെ ചർച്ച് നോക്കി, നിങ്ങളുടെ ഗിഫ്റ്റുകൾ നോക്കി, നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് അതിനെ ജീവിപ്പിക്കാനുള്ള ഒരു അതോറിറ്റി എൻ്റെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കൊണ്ട് തിരുവെഴുത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുന്നു, മനുഷ്യൻ മൂലം മരണമുണ്ടായി. അതെ, ഇന്ന് മനുഷ്യനെ തന്നെ മനുഷ്യന് വിരോധിയായിട്ടും മനുഷ്യനെ തന്നെ മനുഷ്യനെതിരായ ഡീമണായിട്ടും പിശാച് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ആത്മാവുള്ള ചിലർക്ക് ഈ വാക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്കത് പ്രയോജനമായി മാറും. നിങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ വന്ന് ഭൂതത്തിന്റെ വേഷം കെട്ടി നിന്നാലും നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ മേലൊരു കൃപയുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു ശക്തി വ്യാപരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വാക്കിന് ബന്ധിക്കാൻ കഴിയുന്നതേ ഉള്ളൂ, നിങ്ങളുടെ നോക്കിന് ബന്ധിക്കാൻ കഴിയുന്നതേ ഉള്ളൂ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് ബന്ധിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ എതിരാളിയുടെ ബലം, ഹല്ലേലൂയ, നിങ്ങളുടെ എതിരാളിയുടെ ബലം, ആ പ്രത്യാശയാണ്. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചതും മുഷ്ടിയുടെ ബലം കൊണ്ടല്ല, പ്രത്യാശയുടെ ധൈര്യം കൊണ്ടാണ്. ഹല്ലേലൂയ. ഷാർബാന ഹസി. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ഇതെല്ലാം ഈ വാക്യം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ എന്ന മനുഷ്യനെ ജീവിപ്പിക്കാൻ ഞാൻ എന്ന മനുഷ്യൻ്റെ വാക്കിനെ ദൈവം യൂസ് ചെയ്യുന്നു. നമുക്ക് അങ്ങനെ അതിനെ കണക്ട് ചെയ്യാം.
ഞാൻ എന്ന മനുഷ്യനെ ജീവിപ്പിക്കാൻ ഞാൻ മാനസികമായി തളർന്നിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ, ഒരു ബലമില്ലാതിരിക്കുമ്പോൾ, മറ്റൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയെങ്കിലും മറ്റൊരു മനുഷ്യൻ്റെ ബലപ്പെടുത്തലെങ്കിലും എന്നെ ജീവിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ തന്നെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഭയങ്കര എന്താ പറയുക, അതിനെ അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തീർന്നു പോകും. അതിനും അപ്പുറമാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. രണ്ടാം വരവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ ജീവിക്കപ്പെടും. എന്നാൽ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ കർത്താവിൻ്റെ വരവിന് മുന്നേ എത്ര പ്രാവശ്യം ജീവിക്കപ്പെട്ടവരാ ഈ പറയുന്ന ഞാനും നിങ്ങളും, ശരിയല്ലേ? എത്ര പ്രാവശ്യം ജീവിക്കപ്പെട്ടവരെ, എത്ര പ്രാവശ്യം എന്ന് പറയണ്ട. നമ്മളൊക്കെ ജീവിക്കുന്നത് പോലും ജീവിക്കപ്പെട്ടത് പോലും കർത്താവിനെ കാരണമല്ലേ, കർത്താവ് കാരണമല്ലേ. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതാണെങ്കിലും ഇതിനെല്ലാം കാരണഭൂതൻ കർത്താവല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നാമം പര്യാപ്തമല്ലേ? ഈ നാമം പര്യാപ്തമല്ലേ? ഹോളി ഗോസ്റ്റ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവരുടെ ലൈഫിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതിന് മുന്നേ ഉണ്ടാകുന്ന ഒരു ബോണസാണ് സമാധാനം എന്ന് പറയുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നമ്മൾ പല പ്രവേശനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ പല ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിച്ച് കഴിയുമ്പോൾ അവനിൽ ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് അവിടെ പറയുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഒരു ഓപ്പണിംഗ് അവന് കിട്ടിയിരിക്കുകയാണ്. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് എല്ലാ ഓപ്പണിങ്സും അടഞ്ഞ് ഒരു ക്ലോസിങ്ങിൻ്റെ സ്റ്റേജിൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ വന്നാൽ, ആ വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ സെക്കൻഡിൽ നടക്കുന്ന ഫസ്റ്റ് ഡെലിവറൻസ് എന്ന് പറയുന്നത് അവൻ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ പോലും അവൻ്റെ ലൈഫിലുണ്ടാകുന്ന ഒരു ഡെലിവറൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിനകത്ത് ആര് കയറിയോ, ആ ഓപ്പണിംഗ് സ്റ്റേജിലേക്ക് ആര് കയറിയോ, അവൻ്റെ ജീവിതം പിന്നെ വിശ്വാസത്താൽ വഴി തുറക്കുന്ന അനുഭവത്തിൽ തന്നെ ആയിരിക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു വിശ്വാസത്താൽ വഴി തുറക്കാൻ പോവുക? നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ വഴി തുറക്കാൻ പോവുക. കാര്യം എന്താ? പാസ്റ്റർ എന്താ അങ്ങനെ പറഞ്ഞത്? വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചൊരു മനുഷ്യനായതുകൊണ്ട്. ബൈബിൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്ന ഒരു ജാതിയാണ് ഞാനെങ്കിൽ, ഒരു ശ്രേഷ്ഠ പുരോഹിത വർഗമാണ് ഞാനെങ്കിൽ, ഒരു രാജകീയ പുരോഹിത വർഗമാണ് ഞാനെങ്കിൽ, വിശ്വാസം മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്ന എനിക്ക് എന്നെ തടഞ്ഞു നിർത്തുന്ന ശക്തികളോട് എനിക്ക് കൽപ്പിക്കാൻ കഴിയും. കാര്യം എന്താ? ഞാൻ വിശ്വാസത്താൽ പ്രവേശിച്ചവനാണ്. ഇന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ ആ പഴയ വിശ്വാസം ഇപ്പോൾ ഇല്ലെങ്കിൽ, വിശ്വാസത്തിൽ അവൻ ചോർച്ച വരുത്താനുള്ള കാരണം ഇത് തന്നെയാണ്. നീ വിശ്വാസത്തിന്റെ ഗേറ്റ് കടന്നൊരു വ്യക്തിയാണെങ്കിൽ, വിശ്വാസത്താൽ പ്രവേശനം നേടിയൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കൊരു ചാരിതാർത്ഥ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതു മേഖലകളെയും പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നീ അത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്യരുത്, അതാ സാത്താന്റെ ഉദ്ദേശം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനമുണ്ടായി. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ കുഞ്ഞ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. നിങ്ങളുടെ കുഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്താൽ അവന് പ്രവേശനം ഉണ്ടാകും. വിശ്വാസത്താൽ നീ അതിർത്തി കടക്കും. വിശ്വാസത്താൽ നീ പുതു കാര്യങ്ങൾ ചെയ്യും. വിശ്വാസത്താൽ നീ മരിച്ചവരെ ഉയർപ്പിക്കും. വിശ്വാസത്താൽ രോഗികളെ സൗഖ്യമാകും. വിശ്വാസത്താൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ നേടും. വിശ്വാസത്താൽ നിങ്ങൾ ഉയർത്തപ്പെടും. വിശ്വാസത്താൽ നിങ്ങൾ ജീവിക്കപ്പെടും. വിശ്വാസത്താൽ നിങ്ങൾ പുതുതലമുറ കാണും. വിശ്വാസത്താൽ പുതുനന്മ അനുഭവിക്കും. വിശ്വാസത്താൽ പുതിയ അഭിഷേകം ഉണ്ടാകും. വിശ്വാസത്താൽ വൻ കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആമേൻ. അതെന്താ കാര്യം? വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചൊരു ജാതിയാണ്. വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചൊരു ജാതിയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ വിശ്വാസത്താൽ
ചിലത് കാണാൻ പോകുക. വിശ്വാസത്താൽ ഞാൻ ആശിച്ചത് കാണാൻ പോകുക. വിശ്വാസത്താൽ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, നിശ്ചയം, നിശ്ചയം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുകയോ ഇല്ലയോ എന്ന് പോലും നിശ്ചയമില്ല എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുന്നെങ്കിൽ ആ ദുരാത്മാവിനെ ശാസിക്കുക. എന്നിട്ട് പറയുക, ഞാൻ വിശ്വസിച്ചതിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സീസൺ ഇന്നു മുതൽ ദൈവാത്മാവ് ഓപ്പണാക്കും. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം വായിച്ചാൽ എല്ലാത്തിനുള്ള മറുപടിയായി. ഞാൻ ഇത്രയും പ്രസംഗിക്കേണ്ട കാര്യമില്ല. എന്നാ, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. 5-ാമത്തെ വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 5:5. നോട്ടേ, റോമർക്ക് എഴുതിയ ലേഖനം 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. സഹോദരി, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്ന സമയങ്ങളുണ്ട്, എനിക്കറിയാം. പക്ഷേ പ്രവേശനം ലഭിച്ചവന്റെ ഒരു കാർഡ് കയ്യിലുണ്ടെങ്കിൽ, പ്രവേശനം ലഭിച്ചവന്റെ ഒരു കാർഡ് കയ്യിലുണ്ടെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നീ പ്രവേശനം ലഭിച്ചവരുടെ കൂട്ടത്തിലാണോ? നിങ്ങൾ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്നല്ല ഞാൻ ചോദിച്ചേ. അന്യഭാഷ പറയുന്നവരുടെ കൂട്ടത്തിലാണോ എന്നല്ല ഞാൻ ചോദിച്ചേ. പള്ളി പോകുന്നവരുടെ കൂട്ടത്തിലാണോ എന്നല്ല ഞാൻ ചോദിച്ചേ. നീ ക്രിസ്തുവിൽ വിശ്വാസം മൂലം പ്രവേശനം ലഭിച്ച ഒരു വ്യക്തിയാണോ? ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അത് ഏത് കാര്യമാണെങ്കിലും ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. ഞാൻ ഈ വചനം പറഞ്ഞു തന്നെ പ്രവചിക്കുന്നു. ഇതിനകത്ത് പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്ന, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന, ജീവിതത്തിൽ ഇനി ഏതാ ഗതി എന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടിരിക്കുന്ന, ഇനി ഞാൻ നിൽക്കണോ, ജീവിക്കണോ, മരിക്കണോ എന്ന് പോലും അറിയാതിരിക്കുന്ന, ഇനി ഞാൻ വിശ്വസിച്ചിട്ടും വെയിറ്റ് ചെയ്തിട്ടും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന, ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന, ഇത് ഫൈനൽ സ്റ്റേജ് അല്ലേ എന്ന് ചിന്തിക്കുന്ന, ഇനി ഞാൻ കാശ് മുടക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന, ഇനി ഞാൻ കാത്തിരുന്നിട്ട് എന്തിനാ എന്ന് ചിന്തിക്കുന്ന, ഇനി പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും പ്രവാചകന്മാരെ വിളിച്ചിട്ടും എന്തിനാ എന്ന് ചിന്തിക്കുന്ന, ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല എന്ന് തീരുമാനം എടുത്തിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നീ വിശ്വസിച്ചതുകൊണ്ടാ ക്രിസ്തുവിലൊരു പ്രവേശനം നിനക്ക് കിട്ടിയത്. നീ വിശ്വസിച്ചതുകൊണ്ടാ പരിശുദ്ധാത്മാവിനെ നിനക്ക് കിട്ടിയത്. നീ വിശ്വസിച്ചതുകൊണ്ടാ ഒരു ഭാവി നിനക്ക് കിട്ടിയത്. നീ വിശ്വസിച്ചതുകൊണ്ടാ പല ഡോക്യുമെൻസും നിൻ്റെ കൈകളിലേക്ക് കിട്ടിയത്. നീ വിശ്വസിച്ചതുകൊണ്ടാ ചില എവിഡൻസ് നിനക്ക് കിട്ടിയത്. നീ വിശ്വസിച്ചതുകൊണ്ടാ ദൈവത്തെ നിനക്ക് കിട്ടിയത്. നീ വിശ്വസിച്ചതുകൊണ്ടാ അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ നിനക്ക് കിട്ടിയത്. നീ വിശ്വസിച്ചതുകൊണ്ടാ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് വരെ കരുതിയ സ്ഥാനത്ത് നീ പ്രവേശിച്ചത്. നീ വിശ്വാസം കൊണ്ട് നേടിയതേ ഉള്ളൂ എല്ലാം. നീ വിശ്വസിച്ചതുകൊണ്ട് കിട്ടിയതുള്ളതേ ഉള്ളൂ എല്ലാം. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് നേടിയതേ ഉള്ളൂ എല്ലാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചവരുടെ കൂട്ടത്തിലാണ്. അങ്ങനെ വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ച ഒരു കൂട്ടാളിയായിരിക്കെ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ, പലതും നേടിയ നീ എന്തിന് 1-2 കാര്യങ്ങളെ ചൊല്ലി ദൈവത്തെ വിധിക്കുന്നു, വിശ്വാസത്തെ തള്ളിപ്പറയുന്നു, പ്രാർത്ഥനയെ വെറുക്കുന്നു, പ്രാർത്ഥിക്കുന്നവരെ പഴി പറയുന്നു? ഞാൻ ദൈവാത്മാവിൽ തന്നെയാണ് ഞാൻ ആരോടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സ്വന്തമാക്കിയ നിങ്ങൾ എന്തിന് 20 സ്വന്തമാക്കിയ നിങ്ങൾ 2 വേണ്ടി ദൈവത്തെയും പ്രാർത്ഥിക്കുന്നവരെയും വിശ്വാസത്തെയും പ്രാർത്ഥനയും ഒക്കെ അവിശ്വസിക്കുന്നു? നീ വിശ്വാസത്താൽ പ്രവേശനം നേടിയ വ്യക്തിയല്ലേ? നീ പറയുന്ന അന്യഭാഷ പോലും വിശ്വസിച്ചത് കൊണ്ട് ലഭിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല എന്ന് ഇനി ഒന്നും കൂടെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഹൃദയം ചാഞ്ചാടുമ്പോഴാണ് വിശ്വാസം താഴ്ന്നു പോകുന്നത്. ഹൃദയത്തിനകത്ത് സ്ഥാനഭ്രംശം സംഭവിക്കുമ്പോഴാണ് വിശ്വാസത്തിനകത്ത് ഇടിവുകൾ വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും
ഒന്നും കൂടെ ഒന്ന് പുതുക്കപ്പെടാനുണ്ടെങ്കിൽ ഈ സമയം ദൈവ കൈകളിലേക്ക് ഏൽപ്പിക്കുക. ദൈവമുഖത്തേക്ക് നോക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണെന്ന് വിശ്വസിക്കുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ച് പുതിയൊരു പ്രത്യാശ, പുതിയൊരു ജീവൻ, പുതിയൊരു അഭിഷേകം, പുതിയൊരു സമാധാനം, പുതിയൊരു സന്തോഷം, പുതിയൊരു തലമുറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു, നിനക്കൊരു സൗഖ്യം ഉണ്ടാകുമെന്ന്, നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകുമെന്ന്, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുമെന്ന്, നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാകുമെന്ന്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഹേ ബാരാബാസിയ, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഹേ നിയാം ശരീരി ബ്രിഹോസിയാന്തര യേശുവേ, ദൈവം ആരെയൊക്കെയോ സന്ദർശിക്കുന്നു. ആരെയൊക്കെയോ സന്ദർശിക്കുന്നു. കരയുന്ന ആരെയൊക്കെയോ സന്ദർശിക്കുന്നു. നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവം, കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവം. കണ്ണുനീരിന് മറുപടി തരുന്നൊരു ദൈവം. കണ്ണുനീരിന് മറുപടി തരുന്നൊരു ദൈവം. കണ്ണുനീരിന് മറുപടി തരുന്ന ജീവനുള്ള ദൈവം. കണ്ണുനീരിന് മറുപടി തരുന്ന ജീവനുള്ള ദൈവം. ഒന്ന് തൊടാൻ ശ്രമിച്ചേ. ആ സാന്നിധ്യത്തെ ഒന്ന് തൊടാൻ ശ്രമിച്ചേ. ആ സാന്നിധ്യത്തെ ഒന്ന് തൊടാൻ ശ്രമിച്ചേ. നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തിയേ. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലെൻ കർത്തനെൻ്റെ, കൈവിടില്ലെൻ കർത്തനെൻ്റെ, കണ്ണുനീരെല്ലാം തുടയ്ക്കും, കണ്ണുനീരെല്ലാം തുടയ്ക്കും. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും
രോഗത്തിലും അവനാണെനിക്കഭയം. വാക്കൊന്ന് പറഞ്ഞേ, അവനാണെനിക്കഭയം. പ്രിയപിതാവേ, ഈ ജനത്തെ അങ്ങയുടെ ജീവനുള്ള കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇന്ന് വിശ്വാസത്തോടെ ഈ വചനം കേട്ട് അത് സ്വീകരിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ അവർ കണ്ടിരിക്കെ, നാഥ, ഇവരുടെ ഭാവിയെ, ഇവരുടെ ജീവിതത്തെ, ഇവരുടെ വിശ്വാസത്തെ അവിടുന്ന് ഉയർപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വാക്യം അങ്ങനെയാണല്ലോ ദൈവം, ഉയർപ്പിക്കുന്ന ഒരു ദൈവം. സകല മരണകരമായ അവസ്ഥകളെയും മാറ്റി അവിടെ ഉയർപ്പിൻ്റെ ശക്തി പകരുന്ന ദൈവം. ആ ശക്തി ഞാൻ ഇവരിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ തലമുറകൾ, ഇവരുടെ പ്രവർത്തന മേഖലകൾ, ഇവരുടെ കർമ്മരംഗങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്ത മഹാസ്നേഹത്തിന് നന്ദി അപ്പ. യേശുവിൻ നിസ്തുല്യമാം നാമത്തിൽ തന്നെ ചേർന്ന് നമുക്ക് പറയാം, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ ടെസ്റ്റിമണിയൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ ലിങ്കുകൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സൂമിൻ്റെയോ യൂട്യൂബിൻ്റെയോ ഒക്കെ ലിങ്ക് ഈ നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കതൊക്കെ അയച്ചു കിട്ടും. ഒപ്പം എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവകൃപയാൽ 2 നേരം ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ഇതുപോലെ ശുശ്രൂഷിക്കപ്പെടുന്നു. സ്പെഷ്യൽ മീറ്റിംഗ്സ് ഒക്കെ ദൈവകൃപയാൽ പലപ്പോഴുമായിട്ട് നടത്താൻ ദൈവാത്മാവ് സഹായിക്കുന്നു. നിങ്ങൾക്കും അതിലൊക്കെ പങ്കാളികളാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1, 2 നിങ്ങൾക്ക് ഈ വാട്സാപ്പിൽ അത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അയച്ചു കിട്ടുന്നതാണ്. ദൈവം നിങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്കടുത്ത ദിവസം ഒരുമിച്ച് കാണാം. അതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് തമ്മിൽ ഓർക്കാം. ഗോഡ് ബ്ലസ് യു.